ഹലോ, എല്ലാവർക്കും ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഒരു ശുഭദിനം. ഇന്ന് കേന്ദ്ര ബഡ്ജറ്റ് 2026-27 വന്നിരിക്കുകയാണ്. അതിൽ നമുക്ക് പ്രതീക്ഷയുള്ളത് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന ബലം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റ് ആണ്. ഈ പാസാക്കിയ ബഡ്ജറ്റിൽ എന്നെ ഏറെ സന്തോഷിപ്പിച്ചത് അത് നമുക്ക് പങ്കുവെക്കാനാണ്. ഈ ദിനം എനിക്കും സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. ചരിത്രകാരനായ എനിക്ക് ജോസ് സാറിൻ്റെ ജന്മദിനവും എൻ്റെ മകൻ ധീരജ് പ്രശാന്തിൻ്റെ ജന്മദിനവുമായ ഇന്ന് നിങ്ങളോട് ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഒരു നല്ല സന്ദേശം ആയിട്ട് തന്നെ നമുക്ക് കാണാം എന്ന ഉദ്ദേശത്തിലാണ് 2026-27 ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റിലെ ഏറ്റവും ജനപ്രിയമായി ഞാൻ കരുതുന്ന സെൻസസിന് 6000 കോടി രൂപ വകമാറ്റി വച്ചിരിക്കുന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നതിനാണ്. അതിനായി ബഡ്ജറ്റിൽ സെൻസസിനായി 6000 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. ഏപ്രിൽ 1 സെൻസസിൻ്റെ 14ാം പതിപ്പിന് തുടക്കം കുറിക്കും എന്നാണ് ബഡ്ജറ്റിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റിൽ വിഹിതം 1040 കോടിയായിരുന്നു. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ഓഫീസിനും സെൻസസ് കമ്മീഷണർക്കും വിവിധ പദ്ധതികൾക്കായി വിഹിതം നീക്കിവച്ചിരിക്കുന്നത്. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനും സെൻസസ് ചെലവിനുമാണ് ഈ തുക ബഡ്ജറ്റിൽ മാറ്റിവച്ചിരിക്കുന്നത്. ലഡാക്ക് ഉൾപ്പെടെയുള്ള മഞ്ഞുവീഴ്ചയുള്ള സംസ്ഥാനങ്ങളിൽ 2027 സെൻസസ് നടപ്പാക്കുമെന്നും വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾക്കായി നിയമമന്ത്രാലയത്തിന് 250 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾ തീർക്കുന്നതിനായി 5000 കോടി അനുവദിച്ചിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രാലയത്തിനുള്ള വിഹിതം 3.99 ലക്ഷം കോടിയാണ് ബഡ്ജറ്റിൽ മാറ്റിവച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ 2.87 ലക്ഷം കോടിയായിരുന്നു. ദേശീയപാത അതോറിറ്റിക്ക് 1.8 ലക്ഷം കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സെൻസസിന് 6000 കോടി രൂപ വകമാറ്റി വച്ചിരിക്കുന്ന നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമന് അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ എന്നെ ആകർഷിച്ച രണ്ടാമത്തെ കാര്യം, ഈ രണ്ട് സന്ദേശങ്ങളും ഞാൻ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. അതായത് നമ്മുടെ പൈതൃക കേന്ദ്രങ്ങളായും സാംസ്കാരിക ഇടങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്നതിന് വേണ്ടി ഇതിലൂടെ പ്രാദേശിക ചരിത്രകാരന്മാർക്കും ഡിജിറ്റൽ കണ്ടൻറ് നിർമ്മാതാക്കൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു തന്ന നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾ, പള്ളികൾ, ചരിത്ര സ്മാരകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന പദ്ധതിയാണിത്. ഇതിലൂടെ കേരളത്തിലെ കണ്ടൻറ് ക്രിയേറ്റർമാർക്കും ചരിത്ര ഗവേഷകർക്കും യൂട്യൂബർമാർക്കും എഴുത്തുകാർക്കും വലിയ അവസരങ്ങൾ ലഭിക്കും. ഓരോ സ്ഥലത്തെയും ചരിത്രവും സ്വന്തം ഭാഷയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് നമ്മുടെ സവിശേഷത മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയും. ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലും ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കുട്ടനാടിൻ്റെ ഇതിഹാസകാരനായ കരുമാടിക്കുട്ടൻ്റെ ചരിത്ര സ്മാരകത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പകർന്നുകൊണ്ട് ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടറും ഈ ജൈത്രയാത്ര ആരംഭിക്കുകയാണ്. അത് ഈ കേരളത്തിലെ അങ്ങോളമുള്ള ഗ്രാമങ്ങളിലുള്ള ചരിത്ര സ്മാരകങ്ങളും ചരിത്രങ്ങളും ശബരിമല ചരിത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പഴന്തിയും അരുവിപ്പുറവും അങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്തുകൊണ്ട് NK ജോസിനും ധീരജ് പ്രശാന്തിനും ജന്മദിനാശംസകൾ കൊണ്ട് നേർന്നുകൊണ്ട് ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു സുദിനം നേരുന്നു. ജയ് ഇന്ത്യ.